2025 ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ വീഡിയോ ആണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ. അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായി പല സംശയങ്ങളുണ്ട്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു ഇൻസ്റ്റാൾമെന്റ്, ഒരു ഗഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പെൻഷൻ ഉണ്ടാവില്ല. ഏപ്രിൽ 14 വിഷു വരികയാണ്, ഏപ്രിൽ 20 ഈസ്റ്ററും. അപ്പൊ രണ്ട് സീസൺ, അതായത് വിഷു ഈസ്റ്റർ സീസൺ കടന്നു വരികയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ 200, 300, 500 വീതമുള്ള വിഹിതമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായം സംസ്ഥാന സർക്കാരിന് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇത്തവണ പെൻഷൻ ലഭിക്കുക എന്നൊരു ആശയം, ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. പലരും മാർച്ചിൽ ഗഡു ഇൻസ്റ്റാൾമെന്റ് കിട്ടിയതുകൊണ്ട് കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിൽ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 കൂടി എല്ലാം പുതിയ ക്രമീകരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ പലർക്കും പല സംശയങ്ങളുണ്ട്. പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ സാധാരണഗതിയിൽ ഏപ്രിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എല്ലാം ബാധകമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, ആദ്യമായി കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ ചെയ്യുകയും വേണം. അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ, 60 ലക്ഷത്തോളം ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അവരൊക്കെ നേരിട്ട് വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പൊ അവരെ ബാധിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ് ഇനി പുതിയ സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ, വിഷു, ഈസ്റ്റർ തുടങ്ങിയ അവസരങ്ങളിൽ ക്ഷേമ പെൻഷൻ എന്തായാലും 3200 രൂപ ലഭിക്കും എന്നാണ്, ആ ഒരു ക്രമീകരണത്തിലേക്കാണ് വരിക എന്നാണ് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഫെസ്റ്റിവൽ, അതായത് വിഷുവിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ ഈസ്റ്ററിന് മുമ്പായി തന്നെ ലഭിക്കും എന്നൊരു സൂചന ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം സംസ്ഥാന സർക്കാരിന് ആവശ്യമുണ്ട്. അതും ലഭിക്കും എന്നാണ്. 200, 300, 500 വിധത്തിലുള്ള പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 200, 300, 500 തുക കിട്ടാത്തവർക്കൊക്കെ തന്നെ ആ തുക കുറച്ച്, ക്ഷേമ പെൻഷൻ കുറഞ്ഞ തുക കിട്ടിയവർക്കൊക്കെ തന്നെ ലഭിക്കും എന്നൊരു വിവരം കൂടി പുതിയ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അത് എന്നാണ് കിട്ടുക എന്നത് വ്യക്തമല്ല. പക്ഷേ മാർച്ച് മാസത്തിൽ അത് നേരത്തെ തന്നെ 26 ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു. അത് 25 തന്നെ കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും തുക കിട്ടാനുള്ളവർക്ക് എപ്പോഴാണ് ലഭിക്കുക എന്നത് കൃത്യമായിട്ട് വ്യക്തമല്ല. എന്തായാലും അത് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റും മസ്റ്ററിങ്ങും ഒക്കെ തന്നെ ഏപ്രിൽ, ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ആദ്യമായി തന്നെ മസ്റ്ററിങ് എല്ലാവർക്കും ചെയ്യേണ്ട ഒരു ഘട്ടം, ഒരു ക്രമീകരണം വരുമെന്നാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, വരുമാന സർട്ടിഫിക്കറ്റ് 1 ലക്ഷത്തിൽ താഴെ ആണ് വരുമാനം എന്ന് കാണിക്കേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള അടുത്ത പ്രക്രിയ. അപ്പൊ അതെന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അവസരത്തിൽ സർക്കാർ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിക്ക് സംസ്ഥാന സർക്കാർ വെല്ലുവിളി ഉണ്ടാക്കില്ല എന്നൊരു ന്യൂസാണ്, ഒരു വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് പറയൂ എന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അതായത് 1 ലക്ഷത്തിൽ താഴെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്ന് വെച്ചാൽ ഇനി വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. കാരണം കുറെ ആളുകൾ ഇതിൽ നിന്ന്, വില്ലേജ് ഓഫീസിൽ നിന്ന് 1 ലക്ഷം രൂപയിൽ താഴെ ആണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ ഈ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ മാസം, ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്ററിന് മുമ്പായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ വരും. അത് പിന്നെ ബാക്കിയുള്ള കുടിശ്ശിക, ഇപ്പോൾ 3 ഗഡു കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് കൊടുക്കാനുള്ളത്. അതും ഘട്ടം ഘട്ടമായിട്ട് ഓണം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ഒരു എക്സ്ട്രാ, അതാത് മാസം കൊടുക്കുന്ന പെൻഷനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് ഓരോ മാസം കൊടുത്ത് അതും തീർക്കും എന്നാണ് ഇപ്പോൾ
അറിയാൻ കഴിയുന്ന സൂചനകൾ. അപ്പൊ ഏതായാലും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആശങ്കകൾക്ക് ഇപ്പോൾ വിരാമം ഇടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏപ്രിൽ ജൂൺ മാസത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.